ഓക്കെ, സോ ഇതാണ് നിങ്ങൾ എല്ലാവരും കാത്തിരുന്ന സാംസങ് ഗാലക്സി S24 അൾട്രയുടെ വീഡിയോ. അതായത് കഴിഞ്ഞ വർഷത്തെ ആൻഡ്രോയിഡ് കിങ് എന്ന് പറയപ്പെടുന്ന S23 അൾട്രയുടെ നെക്സ്റ്റ് വെർഷൻ. ഇതാണ് ബോക്സിൽ ഫോൺ, ഡോക്യുമെന്റ്സ് ആൻഡ് ടൈപ്പ് സി ടു ടൈപ്പ് സി ചാർജിംഗ് കേബിൾ. ഈ ഫോണിന്റെ ലോഞ്ച് വീഡിയോയിൽ നമ്മൾ കുറേ AI ഫീച്ചേഴ്സ് കണ്ടിരുന്നു. ഫോർ എക്സാമ്പിൾ, ഇങ്ങനെ സർക്കിൾ ചെയ്തിട്ട് സെർച്ച് ചെയ്യുന്ന പരിപാടി, കോൾ അസിസ്റ്റ് ഫീച്ചർ, വീഡിയോയുടെ മേളിൽ ടാപ്പ് ചെയ്തതിനു ശേഷം അതിനെ സ്ലോ മോഷൻ ആക്കുന്ന ഫീച്ചർ, അങ്ങനെ കുറേ ഫീച്ചേഴ്സ് കണ്ടിരുന്നു. അതെല്ലാം ഒന്ന് ഉപയോഗിച്ച് നോക്കാനുള്ള സമയം വന്നിരിക്കുകയാണ്. അതിനു മുമ്പ് കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാം. ലെറ്റ്സ് റോൾ. ഏറ്റവും കൂളസ്റ്റ് ഫീച്ചർ ആയിട്ട് തോന്നിയത് ഈ സർക്കിൾ ടു സെർച്ച് ഫീച്ചർ ആണ്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ആർട്ടിക്കിൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ഫോട്ടോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഏതെങ്കിലും ഒരു ഐറ്റം നമുക്ക് ഇഷ്ടപ്പെട്ടു. ഈ ഐറ്റത്തെ കുറിച്ച് ഡയറക്ട്ലി സെർച്ച് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആണ്. ഹോം ബട്ടൺ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുക. എന്നിട്ട് ഒന്നെങ്കിൽ S Pen യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഈവൻ നമ്മുടെ വിരൽ വെച്ച് ഇങ്ങനെ സർക്കിൾ ചെയ്താൽ മതി. ഇതാ കണ്ടില്ലേ, സർക്കിൾ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് സെലക്ട് ആവുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഗൂഗിൾ പേജ് തുറന്നു വരുന്നുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഓബ്ജക്റ്റിനെ കുറിച്ച് കൂടുതൽ സെർച്ച് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, വെയർ ടു ബൈ എന്ന് വെച്ചാൽ എവിടെ വാങ്ങിക്കാൻ പറ്റും, വാട്ട് ഈസ് ദ പ്രൈസ്, എന്താണ് പ്രൈസ്, അല്ലെങ്കിൽ വെയിറ്റ്, ഹൈറ്റ്, എന്ത് വേണമെങ്കിലും അതിൻ്റെ കൂടെ സെർച്ച് ചെയ്ത് ചോദിക്കാം. ഇത് യൂട്യൂബ് വീഡിയോസിനും വർക്ക് ആവുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന യൂട്യൂബ് വീഡിയോയിൽ ഒരു ഫോണോ ഷൂവോ ബാഗോ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ അത് പോസ് ചെയ്തിട്ട് ഹോം ബട്ടൺ പ്രസ് ആൻഡ് ഹോൾഡ്, സർക്കിൾ, അല്ലെങ്കിൽ ഈവൻ സ്ക്രിബിളും ചെയ്യാം. ഇതാ അതിൻ്റെ റിസൾട്ട് താഴെ കാണിക്കുന്നുണ്ട്. സെക്കൻഡ് ഫീച്ചർ ആണ് കോൾ അസിസ്റ്റ്. എന്ന് വെച്ചാൽ നമ്മൾ ഈ ഫോൺ കോളോട് സംസാരിക്കുമ്പോൾ അപ്പുറത്തിരിക്കുന്ന ആൾക്ക് നമ്മുടെ ഭാഷ അറിയില്ലെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് അവരുടെ ഭാഷ അറിയില്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈസിലി സംസാരിക്കാൻ പറ്റും ഈ ഒരു കോൾ അസിസ്റ്റ് ഫീച്ചർ ഉപയോഗിച്ചിട്ട്. സോ ഇന്ത്യയിൽ ബേസിക്കലി ഇംഗ്ലീഷ് ടു ഹിന്ദി, ഹിന്ദി ടു ഇംഗ്ലീഷ് മാത്രമാണ്. ഓക്കെ, സോ ഇതിന്റെ इंग्लिश टू हिंदी एंड हिंदी टू इंग्लिश കാണിച്ചു തരാം. ഓക്കെ, हेलो, हाउ आर यू? हेलो, आप कैसे हैं? मैं ठीक हूँ, आप कैसे हो? आई एम फाइन, हाउ आर यू? പിന്നെ ട്രാൻസ്ലേറ്റഡ് ഓഡിയോ മാത്രമല്ല, ഈവൻ അതിന്റെ ടെക്സ്റ്റും അത് ടെക്സ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് അതും ലൈവായിട്ട് ഇങ്ങനെ എഴുതി കാണിക്കും. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ആണ് ടെക്സ്റ്റ് കോൾ. എന്ന് വെച്ചാൽ ഒരു ഫോൺ കോൾ വന്നു, ഫോർ എക്സാമ്പിൾ ഒരു സ്കാമർ ആയിരിക്കും, നിങ്ങൾക്ക് അവരോട് സംസാരിക്കാൻ താല്പര്യമില്ല എങ്കിൽ ഇവിടുന്ന് ടൈപ്പ് ചെയ്ത് അയച്ചു കൊടുത്താൽ മതി, അവിടെ അതിന്റെ ഓഡിയോ കേൾക്കാൻ പറ്റും. കണ്ടില്ലേ. തേർഡ് ഫീച്ചർ ആണ് ചാറ്റ് അസിസ്റ്റ്. അതായത് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ലൈവ് ട്രാൻസ്ലേഷൻ. സോ നിങ്ങൾ ചാറ്റ് ചെയ്യുന്ന ആൾ ഇംഗ്ലീഷ് ആണ്, അല്ലെങ്കിൽ ഹിന്ദി ആണ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫോറിൻ ലാംഗ്വേജ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്ത് വിട്ടാൽ മതി, അതിൻ്റെ കറക്റ്റ് ട്രാൻസ്ലേഷൻ അവിടെ പോകും. നിങ്ങൾക്കും ലൈവായിട്ട് അതിൻ്റെ ട്രാൻസ്ലേഷൻ കാണാൻ പറ്റും. ഇത് ഗൂഗിൾ മെസ്സേജിലും വാട്സാപ്പിലും ഇൻസ്റ്റാഗ്രാമിലും എല്ലാ ആപ്ലിക്കേഷനിലും ഈ ചാറ്റ് അസിസ്റ്റിൻ്റെ ഫീച്ചർ വർക്ക് ആവുന്നുണ്ട്. ഈ സജസ്റ്റഡ് റിപ്ലൈ എന്ന ഫീച്ചർ ഉപയോഗിച്ച് ഗൂഗിളിൻ്റെ മെസ്സേജിങ് ആപ്ലിക്കേഷനിൽ നമുക്ക് കുറച്ച് അധികം ഫീച്ചേഴ്സ് കിട്ടുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മൾ എഴുതുന്ന ഒരു സെൻറ്റൻസ് ഉണ്ടല്ലോ, ആ സെൻറ്റൻസ് നമുക്ക് പല പല രീതിയിൽ അത് പല സ്റ്റൈലിൽ എഴുതിയെടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഷേക്സ്പിയറൻ സ്റ്റൈൽ, ചിൽ മോഡ് ഉണ്ട്, ലിറിക്കൽ, അതായത് പാട്ടൊക്കെ പോയമൊക്കെ എഴുതി തരും, പിന്നെ എക്സൈറ്റ്മെന്റ് ഉള്ള ഫോർമാറ്റ്, അല്ലെങ്കിൽ ഫോർമൽ. സോ ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് വളരെ യൂസ്ഫുൾ AI ഫീച്ചർ ആണ് ഈ ഒരു നോട്ട്സ് അസിസ്റ്റ് എന്ന ഫീച്ചർ. എന്ന് വെച്ചാൽ സാംസങ്ങിന്റെ നോട്ട്സ് ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ, സോ നിങ്ങൾ എഴുതിയിരിക്കുന്ന നോട്ട്സ് അല്ലെങ്കിൽ നിങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്തിരിക്കുന്ന ടെക്സ്റ്റ് ഭയങ്കര വലുതാണ്, അത് വായിക്കാനുള്ള സമയം ഇല്ലെങ്കിൽ നോ പ്രോബ്ലം, നിങ്ങൾക്ക് ആ ഒരു നീണ്ട നോട്ട്സിന്റെ സമ്മറി വിത്ത് ബുള്ളറ്റ് പോയിന്റ്സ് ഒരൊറ്റ ക്ലിക്കിൽ കിട്ടും. ഇങ്ങനെ. പിന്നെ ഈ ഓട്ടോ ഫോർമാറ്റ് ഫീച്ചർ ഉപയോഗിച്ച് നമുക്ക് വേണമെങ്കിൽ കണ്ടില്ലേ, ഹെഡിങ്സും സബ് ഹെഡിങ്സ് ഒക്കെ കൊടുക്കാൻ പറ്റും. അതായത് നമ്മൾ എഴുതിയിരിക്കുന്ന കാര്യം നല്ല വൃത്തിയായിട്ട് അത് അറേഞ്ച് ചെയ്ത് തരും. നല്ല യൂസ്ഫുൾ ഫീച്ചർ ആണ്. അതുമാത്രമല്ല, നമ്മൾ S Pen ഉപയോഗിച്ച് എഴുതുമ്പോൾ പലപ്പോഴും അങ്ങോട്ട് മേളിലേക്കും താഴേക്കും ഇങ്ങനെ വളഞ്ഞു പോകാറുണ്ട്. അത് നമുക്ക് ഒറ്റ ക്ലിക്കിൽ ഇങ്ങനെ നേരെ ആക്കാൻ പറ്റും. ഈവൻ നമ്മൾ എഴുതിയിരിക്കുന്ന ടെക്സ്റ്റ് ഉണ്ടല്ലോ, അതിന് നമുക്ക് നോർമൽ ടെക്സ്റ്റ് ഫോണിലേക്ക് മാറ്റാൻ പറ്റും. നമ്മളൊരു ഇന്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു മീറ്റിംഗ് ആണ്, ഒരു ക്ലാസ് റൂം ആണ്. സോ ആ ഒരു ഓഡിയോ ഉണ്ടല്ലോ, ആ റൂമിലുള്ള ഓഡിയോ നമുക്കത് ഇതിന്റെ ഈ വോയിസ് റെക്കോർഡിംഗ് ആപ്ലിക്കേഷൻ വെച്ച് റെക്കോർഡ് ചെയ്യാൻ പറ്റും. റെക്കോർഡ് ചെയ്തതിനു ശേഷം നമുക്ക് വേണമെങ്കിൽ കംപ്ലീറ്റ് ഓഡിയോ ടെക്സ്റ്റിലേക്ക് ഇങ്ങനെ കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഈവൻ ഈ ട്രാൻസ്ക്രിപ്റ്റിന്റെയും ഒരു സമ്മറി നമുക്ക് ഈ ഒരു AI ടൂൾ ഉണ്ടാക്കി തരുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ആണ് ഇന്റർപ്രറ്റർ എന്ന ഈ ഒരു ഫീച്ചർ. അതായത് നമ്മൾ ഒരാളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയാം, അവർക്ക് ഹിന്ദി ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈസിലി സംസാരിക്കാൻ പറ്റും, ലൈവായിട്ട് സംസാരിക്കാൻ പറ്റും. ഇവിടെയും നമുക്ക് അതിന്റെ ഓഡിയോ മാത്രമല്ല ടെക്സ്റ്റും കിട്ടുന്നുണ്ട്. ഹലോ, ഹൗ ആർ യു? हेलो, आप कैसे हैं? मैं ठीक हूँ, आप कैसे हो? आई एम फाइन, हाउ आर यू? നെക്സ്റ്റ് ആണ് ബ്രൗസിംഗ് അസിസ്റ്റ്. അതായത് സാംസങ്ങിന്റെ ബ്രൗസറിലാണ് ഇത് വർക്ക് ആവുന്നത്. സോ നമ്മൾ ഒരു നീണ്ട ആർട്ടിക്കിൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്, ആ ആർട്ടിക്കിളുടെ ഒരു ക്വിക്ക് സമ്മറി വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ആ ക്വിക്ക് സമ്മറി ഈ ബ്രൗസിംഗ് അസിസ്റ്റ് എന്ന ഫീച്ചർ ഉണ്ടാക്കി തരുന്നുണ്ട്. പിന്നെ ജനറേറ്റീവ് വാൾപേപ്പർ, അതായത് AI ഉപയോഗിച്ച് നമുക്ക് വേണമെങ്കിൽ യുണീക്ക് വാൾപേപ്പേഴ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഈ ഒരു സെന്റൻസ് കണ്ടില്ലേ, ഈ സെന്റൻസിലുള്ള ഈ പറഞ്ഞ വാക്കുകൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ റീപ്ലേസ് ചെയ്തെടുക്കാൻ പറ്റും. എന്നിട്ട് ജനറേറ്റ് ക്ലിക്ക് ചെയ്താൽ മതി, യുണീക്ക് ആയ ഒരു വാൾപേപ്പർ ആണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. അതായത് ഈ ഒരു വാൾപേപ്പർ നമ്മുടെ കയ്യിൽ മാത്രമേ ഉണ്ടാവുള്ളൂ, വേറെ ആർക്കും ഇല്ല.
എന്നാൽ ഒരു AI ഫീച്ചറും ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ യൂസ്ഫുൾ ഒരു കാര്യം എന്താണെന്നറിയാം, താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, സോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതിലുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ AI സോഫ്റ്റ്വെയറിൽ മാത്രമാണെന്ന് വിചാരിച്ചു അല്ല, സാംസങ്ങിന്റെ പ്രോ വിഷ്വൽ എഞ്ചിൻ ഉപയോഗിച്ച് ഈവൻ ഗാലറിയിലും ഇതിന്റെ ഗാലറി ആപ്ലിക്കേഷനും കുറേ AI ഫീച്ചേഴ്സ് തന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ AI എഡിറ്റ് സജഷൻ ഉണ്ട്. അതായത് നമ്മളൊരു ഫോട്ടോ എടുത്തിട്ട് ഗാലറിയിൽ നിന്ന് ഒരു ഫോട്ടോ എടുത്തിട്ട് മേളിലേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോൾ അവിടെ ഫോർ എക്സാമ്പിൾ ഈ ഒരു ഇറേസ് റിഫ്ലക്ഷൻ എന്നൊരു ഫീച്ചർ കാണിക്കുന്നുണ്ട്. അതായത് നമ്മുടെ റിഫ്ലക്ഷൻ നമ്മുടെ തൊട്ടടുത്തുള്ള ഗ്ലാസ്സിലുണ്ടെങ്കിൽ നമുക്കത് ഇങ്ങനെ ഇറേസ് ചെയ്യാൻ പറ്റും ഒറ്റ ക്ലിക്കിൽ. അതുപോലെ തന്നെ ഒരു ഫോട്ടോ എടുത്തിട്ട് നമ്മൾ ഈ എഡിറ്റ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു പുതിയ AI ബട്ടൺ കാണിക്കുന്നുണ്ട്. അതിന്റെ മേളിൽ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഫോട്ടോ വേണമെങ്കിൽ അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. സോ റൊട്ടേറ്റ് ചെയ്തതിനു ശേഷം സൈഡിൽ കണ്ടില്ലേ ബ്ലാങ്ക് സ്പേസ് വരുന്നുണ്ട്. ഈ ഒരു ഫോൺ AI ഉപയോഗിച്ച് ആ പറഞ്ഞ ബ്ലാങ്ക് സ്പേസ് ഒക്കെ വളരെ നല്ലോണം ഫില്ല് ചെയ്യുന്നുണ്ട്. ഇതാണ് ബിഫോർ, ഇതാണ് ആഫ്റ്റർ. അതുപോലെ തന്നെ നമ്മുടെ സബ്ജക്റ്റിനെ ഇങ്ങനെ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്തിട്ട് പറിച്ചെടുത്തിട്ട് നമുക്ക് അതേ ഫോട്ടോയിൽ വേറെ എവിടെയെങ്കിലും പ്ലേസ് ചെയ്യാൻ പറ്റും. അതിന്റെ സൈസും കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അതനുസരിച്ച് ഈ ഫോണിലുള്ള AI ആ ഗ്യാപ്പ് ഒക്കെ നല്ലോണം ഫില്ല് ചെയ്യുന്നുണ്ട്. ഓക്കെ, നല്ലോണം വർക്ക് ആവുന്നുണ്ട്. ഇറ്റ്സ് വെരി നൈസ്. പിന്നെ ഗാലറിയിൽ കയറിയിട്ട് ഏതെങ്കിലും വീഡിയോ എടുത്തതിന് ശേഷം അതിന്റെ മുകളിൽ ഇങ്ങനെ ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്താൽ ഏത് വീഡിയോ ആണെങ്കിലും ആ വീഡിയോ ഇങ്ങനെ സ്ലോ ആയിട്ട് പ്ലേ ആവും, സ്ലോ മോഷനിൽ. പിന്നെ നമുക്ക് വേണമെങ്കിൽ അതിനെ സേവ് ചെയ്തിട്ട് ആ ഒരു വീഡിയോനെ സ്ലോ മോഷൻ വീഡിയോസ് ആക്കാൻ പറ്റും. ബേസിക്കലി ഫ്രെയിം ഇന്റർപോളേഷൻ ഉപയോഗിച്ച് ഇതിലുള്ള AI എക്സ്ട്രാ ഫ്രെയിംസ് ഇടയ്ക്ക് കയറ്റുന്നുണ്ട് അതിന് സ്ലോ മോഷൻ ആക്കാൻ വേണ്ടി. ഈവൻ ബെറ്റർ എന്താണെന്ന് വെച്ചാൽ ഇതിലുള്ള ഫീച്ചർ ഉണ്ടല്ലോ 4K 120 FPS നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. അതിൽ ഷൂട്ട് ചെയ്തതിന് ശേഷം ആ സ്ലോ മോഷൻ വീഡിയോയുടെ മേളിൽ നമ്മൾ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുമ്പോൾ നല്ല സ്മൂത്ത് സൂപ്പർ സ്ലോ മോഷൻ വീഡിയോസ് കിട്ടുന്നുണ്ട്. സോ നല്ലൊരു ഫീച്ചറാണ്. നമ്മൾ കഴിഞ്ഞ വർഷം S23 അൾട്രയിൽ കണ്ട എക്സാക്ട്ലി സെയിം 200 മെഗാ പിക്സൽ ക്യാമറ സെറ്റപ്പാണ് ഇവിടെ വന്നിരിക്കുന്നത്. പക്ഷേ അതിൽ രണ്ട് മാറ്റങ്ങളുണ്ട്. ഒന്നാണ് 200 മെഗാ പിക്സലിന്റെ ക്യാമറ ഉണ്ടല്ലോ, അതിന്റെ സെൻസർ സാംസങ് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് മേജർ മാറ്റമാണ്, അതായത് S23 അൾട്രയിൽ ഉണ്ടായിരുന്ന ആ ഒരു 10 മെഗാ പിക്സലിന്റെ 10x ടെലിഫോട്ടോ പെരിസ്കോപ്പ് ക്യാമറ ഉണ്ടല്ലോ, അതിന് പകരം ഇത്തവണ 50 മെഗാ പിക്സലിന്റെ 5x പെരിസ്കോപ്പ് ടെലിഫോട്ടോ ക്യാമറയാണ് വന്നിരിക്കുന്നത്. നമ്മളൊരു ഫ്ലാഗ്ഷിപ്പ് സാംസങ് ഫോണിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ക്യാമറ പെർഫോമൻസ് ഉണ്ടല്ലോ, അതൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട്. അതായത് നല്ല കളേഴ്സ് ഉണ്ട്, അതായത് ആ ഒരു പഞ്ചി കളേഴ്സും വൈബ്രന്റ് ഫോട്ടോസ് ആണ് കിട്ടുന്നത്. എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയ റെഡി ഫോട്ടോസ് ആണ് ഇവിടെയും കിട്ടുന്നത്. ഓക്കെ, ഇതിലുള്ള 3x ടെലിഫോട്ടോ ക്യാമറ ആൻഡ് പുതിയ 5x ടെലിഫോട്ടോ ക്യാമറ വെച്ച് എടുത്തിരിക്കുന്ന ഫോട്ടോസ് ഞാൻ സൈഡ് ബൈ സൈഡ് കാണിച്ചു തരാം. പുതിയ 5x ടെലിഫോട്ടോ ക്യാമറ വെച്ച് നമുക്ക് ഇത്തരത്തിലുള്ള വളരെ ക്ലോസ് അപ്പ് പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കാൻ പറ്റും. സോ നോർമൽ ഫോട്ടോസും എടുക്കാം, പോർട്രേറ്റ് ഫോട്ടോസും എടുക്കാം. ഇതൊരു അൺബോക്സിംഗ് വീഡിയോ മാത്രമാണ്. ഓക്കെ, സോ ഞാൻ സാമ്പിൾസ് എല്ലാം ഷെയർ ചെയ്യുന്നുണ്ട്, കണ്ടു നോക്കുക. ഇതിന്റെ ക്യാമറ സെറ്റപ്പിന്റെ പെർഫോമൻസ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ ഒരു ഫോണിന്റെ ഡീറ്റെയിൽ റിവ്യൂവിൽ ഷെയർ ചെയ്ത് തരാം. ഓക്കെ, കാരണം റിവ്യൂ വീഡിയോസും കമ്പാരിസൺ വീഡിയോസ് ഒക്കെ വരുന്നുണ്ട്, അവിടെ ഇൻഡെപ്ത് ആയിട്ട് ഞാൻ ഷെയർ ചെയ്യാം. പിന്നെ AI യൂസ് ചെയ്തിട്ട് നൈറ്റ് ടൈമിൽ എടുക്കുന്ന 5x ഫോട്ടോസ് ഉണ്ടല്ലോ, അതിന്റെ പെർഫോമൻസ് സാംസങ് കുറച്ചുകൂടി ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട് എന്നാണ് സാംസങ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് 5x ടെലിഫോട്ടോ ക്യാമറ വെച്ച് എടുത്തിരിക്കുന്ന നോർമൽ ഫോട്ടോസ് ആൻഡ് പോർട്രേറ്റ് ഫോട്ടോസ്. ഡിസൈൻ നോക്കുകയാണെങ്കിൽ ഇത്തവണ അറിയാലോ S24 അൾട്രയുടെ ഫ്രെയിം ടൈറ്റേനിയം കൊണ്ടുണ്ടാക്കിയ ഫ്രെയിമാണ്. ഓക്കെ, വെയിറ്റ് ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ട്. കറക്റ്റ് കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ ഭയങ്കരമായ വ്യത്യാസമൊന്നുമില്ല വെയിറ്റിൽ. പക്ഷേ എന്തോ വ്യത്യാസമുണ്ട്. അതായത് ആ ഒരു വെയിറ്റിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഇല്ലേ, അതിലെന്തോ ഇമ്പ്രൂവ്മെന്റ് സാംസങ് കൊണ്ടുവന്നിട്ടുണ്ട്. കുറച്ചും കൂടി ലൈറ്റർ ആയിട്ട് തോന്നുന്നു നമ്മൾ സാംസങ് S23 അൾട്രയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. പിന്നെ S23 അൾട്രയെ അപേക്ഷിച്ച് ഇത്തവണ കുറച്ചും കൂടി ഫ്ലാറ്റ് ഫ്രെയിമാണ്. അതായത് ഫ്ലാറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ S23 അല്ലെങ്കിൽ S24 പ്ലസ് ഉണ്ടല്ലോ, ആ ലെവലിലുള്ള ഫ്ലാറ്റ് അല്ല. എന്നാലും നമ്മുടെ S23 അൾട്രയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഫ്ലാറ്റ് ഫ്രെയിമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കയ്യിലെടുക്കുമ്പോൾ ഒരു ചേഞ്ച് നമുക്ക് ഫീൽ ആവുന്നുണ്ട്. S23 അൾട്ര വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു ഫോൺ കയ്യിലെടുക്കുമ്പോൾ കുറച്ചും കൂടി ചെറിയൊരു വ്യത്യാസമുണ്ട് ഇൻ ഹാൻഡ് ഫീൽ. ലേശം കുറച്ചും കൂടി ഒരു തിക്നെസ് ഉള്ള ഫോണായിട്ട് നമുക്ക് തോന്നും. ചുറ്റുമുള്ള ഈ ടൈറ്റാനിയം ഫ്രെയിം ഉണ്ടല്ലോ, അതിന്റെ ഒരു പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ അത് അത്യാവശ്യം നല്ല ബ്രഷ്ഡ് മാറ്റ് ഫിനിഷിലാണ് വരുന്നത്. അതായത് നമ്മുടെ കയ്യിലുള്ള സ്മഡ്ജസ് ഒക്കെ ഉണ്ടല്ലോ, ഈ അഴുക്കൊക്കെ, അതൊന്നും ഇതിന്റെ ഫ്രെയിമിൽ തെളിഞ്ഞ് വരുന്നില്ല. പിന്നെ ഇത്തവണ ടൈറ്റാനിയം വെച്ചുകൊണ്ടുള്ള കുറെ കളർ ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ടൈറ്റാനിയം ബ്ലാക്ക്, ഗ്രേ, വയലറ്റ്, ഇതാണ് മെയിൻ കളേഴ്സ്. പിന്നെ ഓൺലൈൻ സെൻട്രിക് കളേഴ്സ് ഉണ്ട്, അതായത് സാംസങ്ങിന്റെ വെബ്സൈറ്റിൽ മാത്രം കണ്ടുവരുന്ന ചില കളേഴ്സ് ഉണ്ട്. അതാണ് ടൈറ്റാനിയം, ഓറഞ്ച്, ഗ്രീൻ ആൻഡ് ബ്ലൂ. 5000 mAh ബാറ്ററിയാണ് വന്നിരിക്കുന്നത്. സോ S23 അൾട്ര വെച്ച് നോക്കുമ്പോൾ അങ്ങനെ മാറ്റമൊന്നും വന്നിട്ടില്ല. സെയിം 45 വാട്ടിന്റെ ചാർജിങ് ആണ് ഇത്തവണയും സപ്പോർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ വർഷത്തെ S23 അൾട്രയിൽ ഉണ്ടായിരുന്ന സെയിം സൈസ് ഡിസ്പ്ലേ ആണ് ഈ S24 അൾട്രയിലും വന്നിരിക്കുന്നത്. പക്ഷേ ചില ഇമ്പോർട്ടന്റ് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഇത്തവണ ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ് വരുന്നത്. അതായത് S23 അൾട്രയിൽ ഉണ്ടായിരുന്ന ആ ഒരു ചെറിയ കർവ് ഒക്കെ എടുത്ത് മാറ്റിയിട്ട് ഇത്തവണ കംപ്ലീറ്റ്ലി ഫ്ലാറ്റ് ആക്കിയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഫ്ലാറ്റ് ഡിസ്പ്ലേസ് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിന്റെ ഡിസ്പ്ലേ ഇഷ്ടപ്പെടും. കാരണം ഭയങ്കര ബ്യൂട്ടിഫുൾ ഡിസ്പ്ലേ ആണ്. അതായത് S23 അൾട്രയുടെ ചിന്ന് ലേശം തിക്കായിരുന്നു, ബോട്ടം ബെസൽ ലേശം തിക്കായിരുന്നു, അതെല്ലാം എടുത്ത് മാറ്റിയിട്ട് ഇത്തവണ നല്ല സ്ലിം യൂണിഫോം ബെസൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. സോ ഞാൻ എപ്പോഴും എടുത്തു പറയുന്ന ഒരു സംഭവമായിരുന്നു, അതായത് S23 അൾട്രയുടെ ഡിസ്പ്ലേ TV പോലെയാണ് ഇരുന്നത്. ഇത്തവണ കുറച്ചും കൂടി കിടിലൻ TV ആയിട്ടുണ്ട്. പീക്ക് ബ്രൈറ്റ്നസ് കൂട്ടി 2600 നിറ്റ്സ് ആക്കിയിട്ടുണ്ട്. S23 അൾട്രയുടെ ബ്രൈറ്റ്നസ് ഓൾറെഡി ഇനഫ് ആയിരുന്നു. സോ ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമില്ല. ഔട്ട്ഡോർ ആണെങ്കിലും ഇൻഡോർ ആണെങ്കിലും ബ്രൈറ്റ്നസ് ഒക്കെ അടിപൊളിയാണ്. പിന്നെ ഇത്തവണ പ്രൊട്ടക്ഷനും അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്.
വന്നിട്ടുണ്ട്. ഗൊറില്ല ഗ്ലാസ് ആർമറുടെ പ്രൊട്ടക്ഷൻ ആണ് വന്നിരിക്കുന്നത്. പിന്നെ ഇത്തവണ സ്പീക്കർ പെർഫോമൻസിലും ഇംപ്രൂവ്മെന്റ് വന്നിട്ടുണ്ട്. അതായത് S23 അൾട്ര വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ സ്പീക്കർ പെർഫോമൻസ് ഈ ഫോണിൽ നിന്ന് കിട്ടുന്നുണ്ട്. ക്വാൾകോമിന്റെ ലേറ്റസ്റ്റ് മോസ്റ്റ് പവർഫുൾ ആയ ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 8 Gen 3 ചിപ്സെറ്റ് ആണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. അതായത് 8 Gen 3 ഫോർ ഗാലക്സി. അതായത് സാംസങ്ങിന്റെ ഈ ഒരു ഫോണിന് വേണ്ടി മാത്രം ട്യൂൺ ചെയ്തിരിക്കുന്ന ഒരു 8 Gen 3 ചിപ്സെറ്റ് ആണ് ഈ ഫോണിൽ വരുന്നത്. സോ നോർമൽ പെർഫോമൻസ് ആണെങ്കിലും ഹെവി പെർഫോമൻസ് ഗെയിമിംഗ് എന്തിട്ട് കൊടുത്താലും വളരെ നല്ലോണം ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഞാൻ കുറച്ച് നേരം ഗെയിമിംഗ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇത് പിന്നെ ഫസ്റ്റ് ഇംപ്രഷൻ മാത്രമാണ്. ഓക്കെ, സോ റിവ്യൂ അല്ല. പക്ഷേ എൻ്റെ ഫസ്റ്റ് ഇംപ്രഷനിൽ ഈ ഫോണിൻ്റെ പെർഫോമൻസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ എനിക്ക് ഇഷ്യൂ ഒന്നും ഞാൻ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഓക്കെ, സോ നല്ല പെർഫോമൻസ് ആണ് തരുന്നത്. അതായത് ആ ഒരു ഫ്ലാഗ്ഷിപ്പ് പെർഫോമൻസ് ഇവിടെ കിട്ടുന്നുണ്ട്. പിന്നെ ഔട്ട് ഓഫ് ദ ബോക്സ് ലേറ്റസ്റ്റ് Android 14 ആണ് വിത്ത് ലേറ്റസ്റ്റ് One UI 6.1. ആൻഡ് ഫൈനലി സാംസങ്ങും 7 years ഓഫ് OS അപ്ഡേറ്റ് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. അതായത് Android 14 ആണല്ലോ. സോ Android 21, അതായത് 2031 വരെ നമുക്ക് ഈ ഒരു ഫോണിൽ പ്രോപ്പർ OS അപ്ഡേറ്റ് കിട്ടും. വെരി നൈസ്. സോ മറ്റ് കമ്പനികളും ഇത് കണ്ട് പഠിക്കണം. എന്നിട്ട് അവരുടെയും ഈ OS അപ്ഡേറ്റിൻ്റെ പ്രോമിസ് അവർ കൂട്ടണം. ഓക്കെ, പിന്നെ സാംസങ് ഫോൺ ആണല്ലോ, ഫ്ലാഗ്ഷിപ്പ് സാംസങ് ഫോൺ ആണ്. സോ തീർച്ചയായിട്ടും അവർ നോക്സ് സെക്യൂരിറ്റി, നോക്സ് വോൾട്ട്, ഈ പറഞ്ഞ ഫീച്ചേഴ്സ് ഒക്കെ ഇവിടെ വരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ സാംസങ്ങിൻ്റെ വാളറ്റ്, സെക്യൂർ ഫോൾഡർ, സാംസങ് ഡെക്സ്, ഈ പറഞ്ഞ എല്ലാ ഫീച്ചേഴ്സും ഈ ഫോണിൽ വരുന്നുണ്ട്. ഈ ഫോണിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് ആണ് 1,29,999 രൂപ. പിന്നെ എല്ലാ വർഷവും വരുന്ന പോലെ ഇത്തവണയും കുറേ ഓഫേഴ്സ് സാംസങ് കൊടുത്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ സ്പെഷ്യൽ സ്റ്റോറേജ് അപ്ഗ്രേഡ് ഉണ്ട്, ഡിസ്കൗണ്ട് ഓഫേഴ്സ്, അങ്ങനെ കുറേ ഓഫേഴ്സ് ഉണ്ട്. ഞാൻ ഡിസ്പ്ലേയിൽ കാണിച്ചു തരാം, നിങ്ങളെല്ലാം കണ്ടു നോക്കുക. എന്നിട്ട് മാക്സിമം ഓഫേഴ്സ് ഈടാക്കാൻ നോക്കുക. പിന്നെ ഇത്തവണയും സാംസങ് S24 അൾട്രയ്ക്ക് വേണ്ടി വെറൈറ്റി ഉള്ള കേസസ് കൊണ്ടുവന്നിട്ടുണ്ട്. എൻ്റെ കയ്യിലുള്ളത് ഈ വൈറ്റ് കളർ സ്മാർട്ട് വ്യൂ കേസാണ്. പിന്നെ ഈ ഫോണിൻ്റെ ഞാൻ പറഞ്ഞില്ലേ റിവ്യൂ, അതായത് ഒരു 10 ദിവസത്തിന് ശേഷം ഒരു ഫസ്റ്റ് റിവ്യൂ, പിന്നെ 1 month റിവ്യൂ, അങ്ങനെ ലോങ് ടേം റിവ്യൂ, അങ്ങനെ കുറേ റിവ്യൂ വീഡിയോസും കമ്പാരിസൺ വീഡിയോസും ക്യാമറ കമ്പാരിസൺ വീഡിയോസ് ഒക്കെ വരുന്നുണ്ട്. അത് മിസ്സാവാതിരിക്കാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.